ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICU പീഡന കേസിലെ പ്രതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭരണ നിർവഹണ വിഭാഗം നൽകിയ ശുപാർശ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അംഗീകരിച്ചു. നടപടിയിൽ സന്തോഷമുണ്ടെന്ന് അതിജീവിത മീഡിയ വണ്ണോട് പറഞ്ഞു. കോടതിയിൽ നിന്നും ശിക്ഷ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് സമരസമിതി നേതാക്കളും പ്രതികരിച്ചു. ചെറിയൊരു ആശ്വാസം എന്ന് പറയാം. എന്തായാലും ഞങ്ങൾ ഒരുപാട് പോരാടി അതിൻ്റെ ഒരു ചെറിയൊരു ഫലം കണ്ടു. ഇതിൽ ഇനി കോടതിയിലെത്തിയ കേസാണ്. അപ്പം ഇനി അവിടെ നിന്നുള്ള ശിക്ഷാ നടപടി ഉണ്ടായാലേ ഉള്ളൂ, പൂർത്തിയാവുള്ളൂ. എന്നാലും അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. ഇവർ മാത്രമല്ലല്ലോ ഇതിൽ അയാൾക്ക് എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളുണ്ടല്ലോ. ഡോക്ടർ KB പ്രീതി ഉണ്ട്, അതുപോലെ നേഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്, HOD ഉണ്ട്. അവർക്കൊക്കെ എതിരെ നടപടി ഇതുപോലെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, 2 വർഷങ്ങൾക്ക് ശേഷമാണ് അതിജീവിതയെ തേടി നീതി എത്തുന്നത്. ഈ കാലയളവിനുള്ളിൽ അവർ നടത്തിയ നിയമപോരാട്ടം, അവരനുഭവിച്ച മാനസിക പീഡനങ്ങൾ, ഇതിനൊക്കെ വൈകുന്ന നീതി നിഷേധമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിലേക്ക് ഇപ്പോൾ ഒരു പിരിച്ചുവിട്ട നടപടിയിലേക്ക് മെഡിക്കൽ കോളേജ് എത്തിയത് എങ്ങനെയാണ്? ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണോ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞത്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അന്വേഷണത്തിൻ്റെയൊക്കെ എന്തെങ്കിലും അവസാനത്തിലാണോ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയത്? സൈഫുദ്ദീൻ, 2023 മാർച്ച് 18 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയായിരുന്ന ICUവിൽ കിടക്കുകയായിരുന്ന രോഗി, അതായത് അതിജീവിതയെ അവിടെ അറ്റൻഡറായി ജോലി ചെയ്തിരുന്ന പ്രതി പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. ഈ കേസ് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഈ ആദ്യഘട്ടത്തിൽ അന്വേഷിക്കാൻ ഏൽപ്പിച്ച ഡോക്ടർ പ്രീതിയുടെ ഭാഗത്തുനിന്നും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അതിജീവിതയും സമരസമിതിയും നേരത്തെ ഉയർത്തിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഭരണ നിർവഹണ വിഭാഗം ഈ കേസിൽ ഇയാൾക്ക്, അതായത് ഈ അറ്റൻഡർക്ക്, ഈ പ്രതിയായിട്ടുള്ള ആൾക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ അയാളുടെ പങ്ക് തെളിഞ്ഞതായി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഒപ്പിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതിനുള്ള ഉത്തരവിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഒപ്പിട്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു നിരന്തര സമരങ്ങൾ, അതായത് ഈ കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ ഒറ്റയ്ക്ക് ഈ നട്ടുച്ചയ്ക്ക് ഇരുന്നുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ രീതിയിൽ വലിയ സമരങ്ങൾക്കൊടുവിലാണ് ഈ കേസിൽ അല്പമെങ്കിലും ഒരു നീതി അതിജീവിതയ്ക്ക് ലഭിച്ചു എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഒരു നടപടിയാണ് ഇപ്പോൾ ഈ അറ്റൻഡറെ പിരിച്ചുവിട്ടുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതിജീവിതയുടെ പ്രതികരണം കണ്ടു എന്ന് വെച്ചാൽ ഇതുകൊണ്ട് മാത്രമായില്ല, ഈ അക്രമിക്ക് സഹായം നൽകിയ ആളുകൾക്കെതിരെയൊക്കെ നടപടി വേണം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നിയമ പോരാട്ടം പൂർണ്ണമായും അവർ അവസാനിപ്പിച്ചോ, അതോ ബാക്കിയുള്ള ആളുകൾ കൂടി നടപടി ഉണ്ടാകുന്നത് വരെ തുടരുമോ? സൈഫുദ്ദീൻ, നിലവിൽ അതിജീവിതയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പോരാട്ടം തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. സമരസമിതിയും ആ രീതിയിലുള്ള എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുണ്ടായ ഒരു നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ അറ്റൻഡർ ഈ കേസിൽ കുറ്റക്കാരനാണെന്നുള്ള ഒരു കണ്ടെത്തൽ, അതേ തുടർന്ന് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരു നടപടി. അതിനപ്പുറം ഈ കേസ് ഇപ്പോഴും കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള നിയമ നടപടികളിലും അല്ലെങ്കിൽ അത്തരം നിയമ പോരാട്ടങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിൽ നിന്നും ഒരെങ്കിലും പിന്നോട്ട് പോകില്ല, തുടരുമെന്ന് തന്നെയാണ് അതിജീവിത ഇപ്പോൾ നിലവിൽ ഈ നടപടി അറിഞ്ഞ ഉടൻ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇനി മറ്റുള്ളവർ കൂടി, അതായത് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവരുണ്ട്, അതുപോലെ തന്നെ ഈ അറ്റൻഡറെ രക്ഷപ്പെടുത്താൻ സഹായിച്ചവരുണ്ട്. അങ്ങനെ ആ രീതിയിൽ നിരവധിയായി ഈ പ്രതിസന്ധി, ഈ ന്യായമായും നീതിപൂർണമായ ഒരു കേസിന്റെ നടത്തിപ്പിന് പ്രതികൂലമായി നിന്ന, അല്ലെങ്കിൽ ആ പ്രതിസന്ധി സൃഷ്ടിച്ച നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ എതിരായി ഒരു നടപടി കൂടി വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അതിജീവിത ഉയർത്തുന്നത്. ആ ആവശ്യത്തിൽ നിന്നും അവർക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല, തുടരുമെന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് സമരസമിതി തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും 2 വർഷങ്ങൾക്ക് ശേഷം മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നു. മെഡിക്കൽ കോളേജ് അറ്റൻഡറെ പിരിച്ചുവിടാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്.